ഒടുവിൽ അൻവർ ഒരു കരയിലെത്തി. കേരളത്തിൽ തൃണമൂൽ വളർത്തും. മമതാ ബാനർജി കേരളത്തിലേക്ക്. ഇടതുബന്ധം അവസാനിപ്പിച്ച് എങ്ങോട്ടെന്നറിയാതെ വട്ടം കറങ്ങി നിന്ന് PV അൻവർ ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക്. DMKയും കോൺഗ്രസും എല്ലാം കൈയൊഴിഞ്ഞതോടെയാണ് ബംഗാളിൽ ഇടതിനെ തുരത്തിയ മമതയെ അൻവർ കൂട്ടുപിടിച്ചിരിക്കുന്നത്. PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള കോർഡിനേറ്ററായി ചുമതലയേറ്റിരിക്കുകയാണ്. 1.5 മാസമായി തൃണമൂൽ കോൺഗ്രസുമായി നടത്തിയ ചർച്ചയിലാണ് ഇന്ന് വിജയം കണ്ടത്. കേരളത്തിലും CPMന്റെ തറ പറ്റിച്ച് തൃണമൂലിന് ഭരണം പിടിക്കാമെന്ന ആഗ്രഹത്തിലാണ് മമതയെന്ന് തോന്നുന്നു. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി പാർട്ടി വളർത്താൻ കേരളത്തിലേക്ക് നേരിട്ടെത്തുകയാണ്. ഈ മാസം അവസാനത്തോടെ മമത കേരളത്തിലെത്തുമെന്നാണ് റിപ്പോർട്ട്. PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള കോർഡിനേറ്ററായി ചുമതലയേറ്റതിന് പിന്നാലെയാണ് മമത കേരളത്തിലെത്തുന്നത്. മമതയുമായി PV അൻവർ നാളെ കൂടിക്കാഴ്ച നടത്തിയേക്കും. കൊൽക്കത്തയിലെ തൃണമൂൽ ആസ്ഥാനത്തെത്തിയായിരിക്കും കൂടിക്കാഴ്ച. ഇതിനുശേഷം രാവിലെ 10-ന് വാർത്താ സമ്മേളനം നടത്തുമെന്ന് PV അൻവർ വ്യക്തമാക്കിയിരുന്നു. പുതിയ പാർട്ടി പ്രവേശം പ്രഖ്യാപിച്ചതോടെ PV അൻവറിന് MLA സ്ഥാനം നഷ്ടമാകാൻ സാധ്യതയുണ്ട്. സ്വതന്ത്ര MLA ഒരു പാർട്ടിയുടെ ഭാഗമായാൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകും. പരാതി ലഭിച്ചാൽ സ്പീക്കർ പരിശോധിക്കും. അൻവറിന് കേരളത്തിൽ ശത്രുക്കൾ കുറവായതുകൊണ്ട് പാർട്ടിയിൽ ചേരുന്ന ദിവസം തന്നെ പരാതിയും വരുമെന്ന് പറയേണ്ടതില്ല. പാർട്ടിയിൽ ചേർന്നുവെന്ന് സ്പീക്കർക്ക് ബോധ്യപ്പെട്ടാൽ നടപടി ഉറപ്പാണ്. അതിനാൽ നിലവിൽ MLA ആയ PV അൻവർ നിയമ തടസ്സമുള്ളതുകൊണ്ട് TMC അംഗത്വം എടുത്തിട്ടില്ല. നിയമോപദേശം തേടിയ ശേഷമായിരിക്കും അംഗത്വം സ്വീകരിക്കുന്ന കാര്യം തീരുമാനിക്കുകയെന്ന് അൻവർ അറിയിച്ചു. ഏറെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനൊടുവിലാണ് PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായത്. UDFിലേക്ക് പോകുമെന്ന തരത്തിൽ ചർച്ച പുരോഗമിക്കുന്നതിനിടെയാണ് കളമാറ്റം. പാർട്ടികളുടെ എണ്ണം തീരെ കുറവല്ലാത്ത കേരളത്തിൽ TMCക്ക് വേരുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് അൻവറിന് പ്രധാനമായുള്ള വെല്ലുവിളി. ഇതിന് മമതയുടെ 100% സഹായവും പിന്തുണയും ആവശ്യമാണ്. ഓരോ പ്രദേശത്തിനും ആവശ്യമായതൊക്കെ കൊടുത്ത് ആളുകളെ കൂടെ കൂട്ടാനാവും അൻവർ ആദ്യം ശ്രമിക്കുക. ഇതിന്റെ ഭാഗമായി മലയോര മേഖലയുടെ പ്രശ്നം പാർലമെന്റിൽ ഏറ്റെടുക്കുമെന്ന് മമതാ ബാനർജി ഉറപ്പു നൽകിയതായി PV അൻവർ പറഞ്ഞു.